നമ്മുടെ ഒരാളെ പരിചയപ്പെടുത്തരാൻ പോകുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇവരെ പറ്റി ബ്ലോഗൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. എങ്കിലും നമ്മൾ ഇവരുടെ അടുത്തൂടെ പോയി കഴിഞ്ഞാൽ ഇവർ ഓടി ഓടി വരും. അപ്പം നമ്മൾ നമ്മുടെ ജാസ് കുട്ടീനെ നമ്മൾ പിടിക്കാൻ വേണ്ടി പോവാണ്. അപ്പോൾ ജാസ് കുട്ടി ഇതേ ഇവൾക്ക് ഭയങ്കര മടിയാണ് കേട്ടോ. നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ഇവൻ്റെ ഒപ്പം വേറൊരുത്തനുണ്ടായിരുന്നു കേട്ടോ, കുഞ്ഞാസുവാണേ. അപ്പോൾ ഇവളുടെ പേരായിരുന്നു, പക്ഷേ അവൻ അസുഖം വന്ന് ചത്തുപോയിട്ടോ. അപ്പോൾ ഇവനാണിനി നമുക്കുള്ളൂ, ഇവൻ മാത്രമേ ഉള്ളൂ കേട്ടോ നമുക്ക്. അപ്പം ഇവനെ നിങ്ങൾ കണ്ടോ ഗായ്സ്, അവൻ്റെ കുഞ്ഞുവാല് നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. കണ്ടില്ലേ, അവൻ്റെ വാല് കിടന്ന് തുള്ളാണ്. അപ്പോൾ ഇവന് ഭയങ്കര മടിയനാണ് കേട്ടോ. മടിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എടുക്കാനൊക്കെ പോയി കഴിഞ്ഞാൽ വരില്ല, കണ്ടില്ലേ, ഇതേപോലെ കിടന്ന് പിടച്ചുകൊണ്ടിരിക്കും കേട്ടോ. അപ്പം മാന്ത് കെട്ടിക്കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും, നല്ല പാടുമാവും, നമുക്ക് വേദനയൊക്കെ എടുക്കും, മുറിയും കേട്ടോ. പക്ഷെ നമ്മളെ കടിക്കാൻ വരും, അങ്ങനത്തെ ഇതൊന്നുമില്ല കേട്ടോ. നമ്മൾ ഫുഡും കൊണ്ടൊക്കെ ചെന്ന് കഴിഞ്ഞാൽ ഓടി ചാടി നമ്മുടെ അടുത്തേക്ക് ഓടി വരും കേട്ടോ. അപ്പോൾ ഞാൻ ഇവനെ പരിചയപ്പെടുത്താൻ വേണ്ടിയാണ് ഗൈസ് വന്നത്. അപ്പോൾ അവനെ നമുക്ക് കൂട്ടിലേക്ക് വിടാം കേട്ടോ. പക്ഷെ ഒരു കാര്യം, അവൻ്റെ മേത്തത്തെ രോമം മുഴുവൻ എൻ്റെ കയ്യിൽ നിറച്ചായിട്ടുണ്ട്. അപ്പോൾ ഇപ്പം മഞ്ഞുകാലം ആയതുകൊണ്ടാണ് തോന്നുന്നു ഗൈസ്, ഇവരുടെ രോമം ഭയങ്കരമായിട്ട് പോകുന്നുണ്ട്. കണ്ടില്ലേ, എൻ്റെ കൈ നിറച്ച് രോമമായി. പിന്നെ ഇവരുടെ രോമം എനിക്ക് കുറേ തട്ടിക്കഴിഞ്ഞ് കഴിയുമ്പോൾ എനിക്ക് തുമ്മാൻ വരും കേട്ടോ. അപ്പം എന്തായാലും ഇന്ന് ഞാൻ തുമ്മിയിട്ടില്ല ഭാഗ്യത്തിന്. അതുകൊണ്ട് തന്നെ ഇവരെ എടുത്ത് ഞാൻ ക്ലീനൊക്കെ ചെയ്യുന്ന ടൈമിൽ ഇവരുടെ രോമം വന്നു കഴിഞ്ഞാൽ എനിക്ക് ഇങ്ങനെ സ്നീസിങ് ഭയങ്കരമായിട്ട് ഉണ്ടാവും കേട്ടോ. അങ്ങനെ എൻ്റെ മേലൊക്കെ നിറച്ചത് അവൻ്റെ രോമമായിട്ടുണ്ട് കേട്ടോ. അവനെ തൊട്ട് കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര അതാ തുമ്മി. ഞാൻ തുമ്മലില്ലാന്ന് പറഞ്ഞപ്പോഴേക്കും എനിക്ക് തുമ്മൽ വന്നിട്ടുണ്ട്. എന്തായാലും അവനെന്തായാലും കൂട്ടിലിട്ടിട്ടുണ്ട്. ഇനി നമ്മളെ പേടിക്കില്ല എന്നാണ് ഗായ്സ് എനിക്ക് തോന്നുന്നത്.